ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോകാം. ഈ മെഷീനിൽ കൊപ്ര അടി കഴിഞ്ഞാൽ എത്ര ശതമാനം വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കും? നമ്മുടെ മെഷീനിൽ ഒറ്റ പ്രാവശ്യത്തില് നല്ല കൊപ്ര ഉണങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യത്തില് 69% ഓയിൽ പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലെ എക്സ്പെല്ലറില് 63% ലഭിക്കുള്ളൂ. ഇവിടെ 69% ലഭിക്കുന്നതാണ് സാർ പറയുന്നത്. നമ്മള് മിനിമം 100 കിലോ എടുക്കുമ്പോൾ നമുക്ക് മിനിമം 2 ലക്ഷം രൂപ മന്ത്ലി പ്രോഫിറ്റ് ഉണ്ടാക്കാം. തേങ്ങ, കപ്പലണ്ടി, എള്ള്, സൺഫ്ലവർ എന്നിവ ആട്ടി ഓയിൽ എടുക്കുന്ന ഒരു മെഷീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് സുബ്ബരാജ്. സുബ്ബരാജ്. അതെ, സുബ്ബരാജ് ഇവിടുത്തെ MD ആണ്. അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ പുതിയതായി ഈ ബിസിനസ് രംഗത്തേക്ക് വരുന്ന ഒരാള്, അയാൾ എത്ര രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ഇതില് പല ടൈപ്പ് ബിസിനസ് ഒക്കെ ഉണ്ട്. ഓയിൽ പല കപ്പാസിറ്റിയിലുണ്ട്. ഇത് ഒരു നോർമൽ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരു 4 lakhs ഇരുന്നാൽ മതി. നോർമൽ ആണെങ്കിൽ 4 lakhs ഇരുന്നാൽ മതി. എന്ന് പറഞ്ഞാല് ഈ മിഷനറി ഐറ്റങ്ങളിലേക്കും ഒരു 3 lakhs ഇതിന്റെ നമുക്കൊരു ചെറിയ ബിൽഡിംഗ്, പിന്നെ റോ മെറ്റീരിയൽ കൊപ്ര മേടിക്കാണ് ഒരു 1 lakh എടുക്കണം. 1 lakh 4 lakh ഇരുന്നാല് ഈ ബിസിനസ് സുന്ദരമായിട്ട് ചെയ്യാം. ഈ മെഷീനിൽ കൊപ്ര അടി കഴിഞ്ഞാല് എത്ര ശതമാനം വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കും? നമുക്ക് ഇതില് 69% ഓയിൽ കിട്ടും. 69% ഓയിൽ കിട്ടും. നിലവിലുള്ളതെന്ന് പറഞ്ഞാല് റോട്ടറി ചെക്ക് ഉണ്ട്, മറച്ചെക്ക് ഉണ്ട്, ഓയിൽ എക്സ്പെല്ലർ ഉണ്ട്. മറച്ചെക്കാണെങ്കിൽ നമുക്ക് 50 മുതൽ 55% ഓയിൽ കിട്ടും. റോട്ടറി ചെക്ക് ആണെങ്കിൽ മാക്സിമം 63% വരെ ഓയിൽ കിട്ടും. എക്സ്പെല്ലർ ആണെങ്കിൽ 2 പ്രാവശ്യം ഇടുമ്പോഴാണ് 63% കിട്ടും. പക്ഷെ നമ്മുടെ മെഷീനിൽ ഒറ്റ പ്രാവശ്യത്തില് നല്ല കൊപ്ര ഉണങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യത്തില് 69% ഓയിൽ പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലെ എക്സ്പെല്ലറില് 63% ലഭിക്കുള്ളൂ. ഇവിടെ 69% ലഭിക്കുന്നതാണ് സാർ പറയുന്നത്. നമ്മൾ കാണിക്കുന്നത് ഇത് 3 HP മെഷീനാണ്. നമ്മുടെ അടുത്ത് 1 HP ഉണ്ട്, 2 HP ഉണ്ട്, 3 HP ഉണ്ട്, 5 HP ഉണ്ട്. ഇതിൽ 1 HP, 2 HP, 3 HP വരെ സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. 5 HP മെഷീന് 3 ഫേസ് മാത്രമേ ഉള്ളൂ. ഈ മെഷീനിൽ നമ്മള് ഇപ്പൊ 3 HP നോക്കുമ്പോഴേ 2.2 kW ആണോ അതിന്റെ മോട്ടറിന്റെ കപ്പാസിറ്റി. 3 HP എന്ന് പറഞ്ഞാൽ 2.2 kW. ഒരു മണിക്കൂർ റൺ ചെയ്യുമ്പോഴേ 4.4 യൂണിറ്റ് റൺ ആകും. ഒരു മണിക്കൂറിൽ 4.4 യൂണിറ്റ് റൺ ആകും. കേട്ടോ, നമ്മ ഒരു മണിക്കൂർ 40 കിലോ കൊപ്ര ഇട്ടിട്ട് ഓയിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ 28 കിലോ ഓയിലും ബാക്കി 12 കിലോ പിന്നാക്കും കിട്ടും. അതിന്റെ ചെലവ് നോക്കിയാല് ഒറ്റയാൾ പണിയെടുക്കുമ്പോൾ കറണ്ട് ചെലവ് 4.4 യൂണിറ്റ് മാത്രമാണ് കറണ്ടിന്റെ ചെലവ്. പക്ഷെ ഈ മെഷീന് 40 കിലോ കപ്പാസിറ്റി മെഷീനാണ്. അപ്പോൾ 40 കിലോ പറഞ്ഞ 8 മണിക്കൂർ 320 കിലോ നമ്മള് കൊപ്രയെ ഇട്ട് ഓയിൽ പിഴിഞ്ഞെടുക്കാം. അപ്പൊ വളരെയധികം ലാഭം ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, നമ്മൾ ഈ മെഷീൻ ഇപ്പൊ ഓടിച്ച് കാണിക്കാം. ഇപ്പോ ഉണങ്ങിയ തേങ്ങ കൊപ്ര എല്ലാം ചെറിയ കഷ്ടമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ മെഷീൻ ഇടാൻ പോകുന്നത് ചെറിയ കഷ്ടമായി കട്ട് ചെയ്ത കൊപ്രയെ അകത്ത് ഇട്ടു. നമ്മള് കണ്ടോ, ഓയിൽ വരാൻ തുടങ്ങും. കണ്ടോ, ഓയിൽ വരാൻ തുടങ്ങി.
ബിസിനസ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാസം 2 ലക്ഷം മിനിമം നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് സാറ് വ്യക്തമായിട്ടൊന്ന് വിവരിക്കുന്നതാണ്. അത് എങ്ങനെ പറഞ്ഞാല് ഇന്ന് കേരളത്തിലെ കൊപ്രയുടെ വില 100 രൂപയാണ്. 100 രൂപ. നമ്മൾ ഒരു 100 കിലോ കൊപ്ര ഡെയിലി ഓരോ ദിവസം ചെയ്യുമ്പോഴേ നമുക്ക് 69% പറഞ്ഞാൽ 69 കിലോ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും. ഈ റേഷ്യോ നോക്കുമ്പോഴേ 69 ഡിവൈഡ് ബൈ 100 നോക്കുമ്പോഴേ നമുക്ക് ഈ കണക്ക് കൂടിക്കോ 69 ഡിവൈഡ് ബൈ 100. അതുകൊണ്ട് നമുക്ക് 145 രൂപ ചെലവ് വരും. ആ ചെലവില് ഇലക്ട്രിസിറ്റി, മറ്റേ ലേബർ, ട്രാൻസ്പോർട്ട്, ലേബർ കാസ്റ്റ് എല്ലാം കളിച്ചിട്ട് പിന്നാക്ക് നമുക്ക് 1/2 കിലോ പിന്നാക്ക് കിട്ടും. അത് 1/2 കിലോ പിന്നാക്കി നമുക്ക് കോസ്റ്റ് ഒരു 15 രൂപ കളിക്കുമ്പോഴേ ബാലൻസ് നമുക്ക് 135 രൂപ നമുക്ക് ചെലവുണ്ട്. പക്ഷെ കേരളത്തില് നല്ല പ്യൂർ വെളിച്ചെണ്ണ, നല്ല ഒറിജിനൽ പ്യൂർ വെളിച്ചെണ്ണ നമുക്ക് 230 മുതൽ 240 വരെ കേരളത്തിൽ ബിസിനസ് റേറ്റ് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഒരു ദിവസം 1 ലിറ്റർ, നമുക്ക് ഒരു ദിവസം 1 ലിറ്ററിലേക്ക് 100 രൂപ ലാഭം കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ദിവസം 69 ലിറ്റർ കച്ചവടമാക്കുമ്പോഴേ ഇത് 6,900 രൂപ നമുക്ക് ലാഭം കിട്ടും. ഇങ്ങനെ ഒരു ദിവസം 6,900 പറഞ്ഞാൽ നമ്മൾ മാസം 30 ദിവസം ഓട്ടിക്കുമ്പോഴേ നമുക്ക് 2 ലക്ഷം രൂപ വരെ നമ്മള് പൈസ ഉണ്ടാക്കാം. ഈ മിഷൻ ഉപയോഗിച്ചുണ്ടാകുന്ന ലാഭവിഹിതങ്ങളെ കുറിച്ച് വിവരിച്ച താങ്കൾക്ക് മാസ് ബിസിനസിന്റെ പേരിൽ ഓക്കെ, താങ്ക് യു.